എന്തിനാണ് പ്രശ്നം? മറ്റേ സ്റ്റേഡിയത്തിന്റെ അവിടെ വെച്ചപ്പോ ഏബലൊക്കെ അവിടെ എന്തോ ചെയ്യുന്നുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞ എടാ ഇങ്ങനെ അൺവണ്ടഡ് ആയിട്ട് വള്ളി പിടിക്കല്ലേ എന്ന് ഞാൻ അവനോട് പറഞ്ഞു. അപ്പൊ അത് ഇവന്മാര് ഓജിയിലുള്ളവര് കേട്ടിട്ട് എന്തോ ഓജി അത് കഴിഞ്ഞിട്ട് അവിടെ ഞാൻ നിൽക്കുമ്പോ എന്തോ സംസാരിക്കുന്നുണ്ടായി. ഏബലിനെ പറ്റി ഏബല് പറഞ്ഞെന്നാണ് അവന്മാർ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ അത് ഏബലല്ല ബ്രോ ഞാനാ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ അവന്മാര് പറഞ്ഞു ബ്രോ ഏതാ കണ്ടവന്റെ വള്ളി കയറി ബ്രോ എന്തിനാ പിടിക്കണം ബ്രോ അങ്ങനെ പറഞ്ഞിട്ട് പോയി. അപ്പൊ ഞാൻ ഇവന്മാരെ വിളിച്ചു. അപ്പൊ ഇവന്മാരെ വിളിച്ചപ്പോ അവന്മാര് നേരെ വണ്ടി എടുത്ത് പോയായിരുന്നു. വണ്ടി എടുത്ത് പോയപ്പോ മറ്റേ MGന്റെ അവിടേക്ക് ഉണ്ടായി. MGന്റെ അവിടെ പോയി ഇത് സംസാരിച്ചപ്പോ ബ്രോ അതിന് TV ആണ് ബ്രോ. ഞാൻ ഷർട്ട് ഇട്ടിട്ടുണ്ടായില്ല. ഇപ്പൊ ഇവിടെ മറ്റേ ഇതില്ല എന്ന് വെച്ചാൽ ഷർട്ട് ഇട്ടില്ലേ സിറ്റിസൺ ആയതില്ല. ഇപ്പൊ മനസ്സിലാക്കി ഞാൻ ഓൾവേസ് സന്തോഷമായി സന്തോഷം. അത് മതി അത് മതി. അതപ്പൊ അവിടെ ഇങ്ങനെ പോയി സംസാരിച്ചു. അപ്പൊ അവിടെ സംസാരിച്ചു. അപ്പൊ അതിന്റെ ഇടയിൽ ഒരുത്തൻ കയറി കൊണച്ചു പാസ്സുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എന്ത് പറഞ്ഞ അവരൊരു ഡൂഡ് വെച്ച് അതിന്റെ ഇടയിൽ കയറിയിട്ട് തീട്ട കേസ് ഒന്നും പിടിച്ചു വരല്ലേ എന്നൊക്കെ പറഞ്ഞു. അയ്യോ അത് ഞാൻ അത് കഴിഞ്ഞിട്ട് ഇവനില്ലേ വാസോണ്ട് ഒരുത്തനും ഫുൾ ഓസി. എന്താ മീശയില്ലാത്ത പൊടിപ്പയ്യനൊന്നും സംസാരിക്കില്ലേ? മീശയില്ലാത്ത പൊടിപ്പയ്യനൊന്നും സംസാരിക്കില്ലേന്നോ? വാസോണ്ട് ഇല്ല ഇവിടെ എനിക്ക് എവിടെയാ വാസോണ്ട മീശിക്കാൻ കേട്ടില്ല വാസോണ്ട എന്റെ ഇവിടത്തെ മനസ്സിലായില്ലേ വാസോണ്ട പുറത്തത്തെ കാര്യമാണ് അവൻ എടുത്തത്. മനസ്സിലായി എന്തോ പറഞ്ഞത്? ഓ അങ്ങനെ. ഓ മനസ്സിലായി മീശയില്ലാത്ത പൊടിപ്പയ്യൻ. ഓ ഓക്കെ. തിരിച്ചു പറയാനാണെങ്കിൽ ഞാൻ ചിലപ്പോ വേണ്ട അത് ഭയങ്കര ഒഫൻസീവ് ആയി പോകും. അത് വേണ്ട ഇപ്പൊ എന്തോ അമ്മാരുടെ പ്രശ്നം? അവന്മാര് ഇതൊക്കെ പറഞ്ഞിട്ട് പോയി ഇങ്ങനെ ഇതാക്കിട്ട്. അതാണ് നമ്മള് പിന്നെ അവിടെ സംസാരിക്കാൻ ഇപ്പഴാണ് നടന്നത്. നമ്പർ ഡ്രോപ്പ് ചെയ്യാൻ ചോദിക്കണോ അതോ അല്ലാതെ ചോദിക്കണോ? അവനെ തൂക്കിക്കൊണ്ടോ പോയി തൂക്കിക്കൊണ്ടോ ബാക്കി നോക്കിയോളാം. പോയി തൂക്കിക്കൊണ്ടോ ആടാമാരെ പോയി തൂക്കി. ഇതാണ് അവന്മാരുടെ ഗ്യാങ് ഡ്രസ്. ഹലോ ഓ പറയടാ പറ ബ്രോ അവൻ കോ ലീഡർ അല്ലേ തണ്ടർരാജ? ബ്രോ തണ്ടർരാജനെ ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ളോ? അവനെ വിളിച്ചിട്ട് സോറി പറയിപ്പിക്കാം. അല്ല വേറെ സിറ്റുവേഷനിൽ ഉണ്ടായിരുന്ന ആരായിരുന്നു? അല്ല അവനാണ് കൊണച്ചത്. അവൻ ഒരുമാതിരി വല്ലാത്ത കൊണ കൊണച്ചത്. അവന്റെ അടുത്ത് ആ സാധനമൊക്കെ പറഞ്ഞ അവനാ. വേറെ അല്ലല്ല വേറെ ആരുടെ സംസാരിക്കേണ്ടത് വെച്ചാൽ അവനെ വിളിച്ചിട്ട് പിടിപ്പിച്ചിട്ട് വിട്. അല്ലാതെ എന്ത് പറയാനാ? അല്ല ഒന്നും അറിയാത്ത ഇവന്റെ അടുത്ത് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇവന്റെ അടുത്തല്ല ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതായത് എനിക്ക് മാത്രമാണോ? സോറി പറയാൻ പറ. എന്നാ ഇവനെ ഹാൻഡ് ഓവർ ചെയ്യാന്ന് പറ. എടാ നീ റേഡിയോ കേറിട്ട് പറഞ്ഞോ. അവൻ വിളിച്ച് സോറി പറഞ്ഞാൽ നിന്നെ വിടാം. അവന് സോറി പറഞ്ഞാൽ നിന്നെ വിടാം. അല്ലെങ്കിൽ കൊന്നളയെന്ന് പറഞ്ഞേര്. റേഡിയോ കയറി ക്ലിയർ ആയിട്ട് സോറി പറയണം. എന്നെ ഫോൺ വിളിച്ച് സോറി പറയാൻ പറഞ്ഞാൽ മതി. ഹലോ തന്ത്രേ ഞാൻ ഹോസ്റ്റേജാ. ഹലോ ആടാ തന്ത്രേ നീ ആരെ ബ്രോ വിളിച്ചിട്ട് സോറി പറയണ്ടേ? എന്നെ വിളിച്ചാ ഞാൻ സ്പീക്കറിൽ ഇട്ടോളാം. ആടാ തന്ത്രേ നീ നേരത്തെ വിളിച്ച ആളെ വിളിച്ചിട്ട് സോറി പറയാൻ പറഞ്ഞു. നേരത്തെ വിളിച്ച ആളാ? ഓ ബാബു കഴിഞ്ഞിട്ട് വരുന്നതാണോ? ഓ അതെ ഇവിടെ വേറെ പ്രശ്നങ്ങളൊക്കെ നടക്കുവാണ്. ഇവിടെ എന്താടാ മൈൽസേ? പുതിയ മെമ്പർ അല്ല ബ്രോ. മുമ്പേ വിളിച്ച ആളല്ല. ടിവിയുടെ ലീഡറിനെ വിളിച്ച് സോറി പറയാൻ പറഞ്ഞാൽ മതി കേട്ടാ. വിളിക്കുന്നുണ്ട് കിടന്നാലക്കല്ലേ വിളിക്കുന്നുണ്ട് കിടന്നാലക്കല്ലേ ഫോൺ എടുക്കുവാണേ.
ഹലോ ബ്രോ തണ്ടറാണ് വിളിക്കണേ. ആ പറഞ്ഞു ബ്രോ നമ്മുടെ നിങ്ങളുടെ കയ്യിലുള്ള ഹോസ്റ്റ് നമ്മുടെ മെമ്പർ വിളിച്ച് പറഞ്ഞു റേഡിയോയില് കാര്യം പറഞ്ഞു. അപ്പൊ എന്താ ഇത് ലൈക്ക് ഇത് ആരോടാ പറയണ്ടേ? സോറി എന്തോ ഇവിടെ സിറ്റുവേഷൻ ഉള്ളവര് കേൾക്കുന്നുണ്ട്, ഇവിടെ സ്പീക്കറിൽ കേൾക്കുന്നുണ്ട്. സ്നൈപ്പ് ഇവിടെ ഉണ്ട്. സ്നൈപ്പിന്റെ അടുത്താണ് പറഞ്ഞത്. അപ്പൊ സ്നൈപ്പിനോട് സോറി പറയണം. ഹലോ പറഞ്ഞു എനിക്ക് കേൾക്കുന്നില്ല. സ്നൈപ്പ് നിനക്ക് ഓക്കെ ആണോ? ഓക്കെ ബ്രോ, നിങ്ങളുടെ മെമ്പറിനെ വേണമെങ്കിൽ ഗാങ്സിന്റെ ഫ്രണ്ട് വരിക. ഓക്കെ, ലീഡർ ആയിട്ടുള്ളവര് വന്ന് ഹാൻഡ് ഓവർ ചെയ്യാം. ഇപ്പൊ എന്തിനാണ് പിടിച്ചതെന്ന് ബ്രോക്ക് അറിയാലോ. നമ്മളെ കൂട്ടത്തിലുള്ളവരെ ഇതേപോലെ പറഞ്ഞത് നമുക്കത് കേട്ടോ, അതുകൊണ്ടാണ് ഹോസ്റ്റേജ് പിടിച്ചത്. പിന്നെ നമ്മളിവിടെ പിടിച്ചു വെച്ചേക്കണതിന്റെ അടുത്ത് അല്ല, എന്തായാലും ഹോസ്റ്റേജിനെ മേടിക്കാൻ വരുമ്പോ പറഞ്ഞ ആളോട് വരാൻ പറ. സ്നൈപ്പിനോട് നേരിട്ട് സോറി പറഞ്ഞിട്ട് കൊണ്ടുപോയിക്കോളാൻ പറ. എന്നാ പറഞ്ഞ ആളാണ് സംസാരിക്കുന്നത്. ഓക്കെ പറഞ്ഞാൽ ബ്രോഡ് വന്നാൽ എനിക്കിപ്പോ കേൾക്കുന്നില്ല. ബ്രോ അപ്പൊ ഗ്യാങ് ഹൗസിലെ ഫ്രണ്ടിലോട്ട് വന്നോ. ഞങ്ങളോട് ബ്ലൈൻഡ് പാപ്പിലെ ബ്രോ താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ്. പ്രശാന്ത് ബാബു ബ്രോ താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ്. ബ്രോ നമ്മുടെ സിറ്റുവേഷനിലുള്ള സ്നൈപ്പ് കൂടി വരട്ടെ, എന്നിട്ട് സംസാരിക്കും. ഒരാളുടെ ഒരാളുണ്ട്. ആണോ എന്നെല്ലാം വിളിച്ച അങ്ങോട്ട് എന്നെ വിളിച്ചാ? ബ്രോ ഒരു ഷോക്ക് അടിച്ച് മരിച്ച പുണ്ടച്ചി ഇപ്പൊ നിങ്ങളെ ഫോൺ വിളിക്കും കേട്ടോ. അതാ പുള്ളി അവരുടെ അടുത്ത് സംസാരിച്ചേരെ. നിങ്ങൾക്ക് ഈ വാർ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കുക കേട്ടാ. കണ്ട ഇവന്മാരുടെ ഈ അച്ചികളുടെ അടുത്തും സംസാരിക്കാൻ വയ്യ, അതുകൊണ്ടാ. അതെ, ഇവന്മാരതിന്റെ ഇടയ്ക്ക് ഇപ്പൊ കയറി വരുന്നുണ്ട്, ഈ R34. ഓ അല്ല, അതാ നമ്മുടെ ഒരാളുടെ വരുന്നുണ്ട്, അതൊന്ന് സംസാരിച്ചിട്ട് ജസ്റ്റ് എന്താ സംസാരിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ ടൈമിൽ നീ പറഞ്ഞതിന്റെ ഓക്കെ അപ്പൊ നിങ്ങൾ വിളിച്ചാൽ മതി. ഓക്കെ ബ്രോ ഒരു 15 മിനിറ്റ് വിളിക്കണേ, അല്ലെങ്കിൽ നമ്മള് സിറ്റുവേഷൻ എടുക്കുന്നില്ല കേട്ടോ. 15 മിനിറ്റ് വിളിക്കണേ. വിളിക്കുവാണെങ്കിൽ 15 മിനിറ്റ് വിളിക്കണേ. ഞങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഇത് വൃത്തി ഇതാക്കാൻ വയ്യ. അല്ലെങ്കിൽ മറ്റവന്മാർ അതിന്റെ ഇടയ്ക്ക് കയറി വരികയും ചെയ്യും. വാ മറ്റേ തീട്ടങ്ങളുടെ കഴപ്പൊക്കെ. ഇവിടെ അടി പൊട്ടിയോ? ഇവിടെ OG 3 പേര് ഡൗൺ ആയോ? വാട്ട്? ആരാ ഡൗൺ ആയേ? ഓക്കേ ബ്രോക്കർ സീൻ കിച്ചു ഡൗൺ ആയി. ഡിസ്പ്ലേ ക്യാപ്ചർ ഇല്ലടാ, ഈ ഉണ്ടല്ലേ, തീർന്നാ? ഡൂഡൂച്ചിയൊക്കെ പണി. പപ്പട കില്ല് കിട്ടിയില്ല എന്നുള്ളൊരു വിഷമത്തിൽ പപ്പട സ്നൈപ്പ് നിക്ക് എടാ അടിച്ച് തൊലച്ച് കഴിഞ്ഞു വാറ്. ഇതൊക്കെ ഒരടിയും നല്ല മര്യാദക്ക് കിട്ടിയിട്ടില്ല. ഇതാരടിക്കും സ്റ്റീവ്? ഇവനെന്ത് പ്രശ്നം? വണ്ടിയിലാരും ഇല്ല. വാറ് തീർന്ന്. നമ്മള് കറക്റ്റ് സെറ്റ് ചെയ്തോണ്ടിരുന്നല്ലേ അണ്ണാ. ബുള്ളറ്റ് ഡൗൺ ആണ്. ഓക്കെ തീർന്നു. ബുള്ളറ്റ് എവിടെ നിന്ന് വീണാ? വാർ തീർന്ന വെക്കുന്നതിന് മുന്നേ വാർ തീർന്ന. ഓക്കെ ഹോൾഡ് ഓൺ. GG ഇട്ടിട്ടുണ്ട്. കളി കഴിഞ്ഞ് മൊത്തം എത്ര ഡ്യൂറേഷൻ ഉണ്ടെന്ന് ബാക്ക് അടിച്ചേ? 3-4 മിനിറ്റ്. 5 മിനിറ്റ് എന്തായാലും. സ്നൈപ്പ് പോകുന്നു. നല്ല ഇവിടെ ഡൗൺ ആയിട്ടുണ്ട്. ലോങ്ങിൽ നിന്ന് അടിക്കുന്നുണ്ട്.
ഓക്കെ അണ്ണന്റെ ഹെലി ചെയ്താണോ? അവന്മാരുടെ ഒരു വണ്ടി അവിടെ മറിഞ്ഞു പോയിട്ടാ, അവിടെയാണ് കഴ തുടങ്ങിയത് കേട്ടാ. നോക്കട്ടെ ഫസ്റ്റ് പിക്ക് ആരെയാണ്? സരക്ക് ഡാനി രാനൊരു പിക്ക്, മാഡി അവിടെ അടുത്ത പിക്ക് രണ്ട് പിക്ക്, ബുള്ളറ്റ് 2 വിക്ക്, രായൻ 2 വിക്ക്, സരക്കൊരു പിക്ക്, നല്ല അടി അടിക്കുന്നുണ്ട്. ഓക്കെ തണ്ടറൊക്കെ ഇവിടെ നിന്ന് അടിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ആ പറ. ശിവന് ഓക്കെ ചിച്ചുകോട് ഡൗൺ ആയിട്ടുണ്ട്. ചിച്ചുകോട് ഡൗൺ ആയി ഇവിടെ. പപ്പടം വിനീത് അടുത്തത്, ബുള്ളറ്റ് അടുത്ത വിക്ക്. ബുള്ളറ്റ് ഒക്കെ ഏതാടി എങ്ങനെ സ്പെക്കൊക്കെ ഗുഡ് നൈറ്റ്. എവിടെയും പോണില്ല. BC വാ മര്യാദക്ക്. ചുമ്മാ ബുള്ളറ്റ് ഒക്കെ വിഷയോ അടിയടേ. ബുള്ളറ്റ് 3 വിക്കറ്റ് എടുത്തിട്ട് ഡൗൺ ആയി കേട്ടാ. വില്ലുമാൻ രണ്ടാമത്തെ വിക്ക്, സ്നൈപ്പ് പോകുന്നുണ്ട്. തണ്ടറിനെ കണ്ട് സ്നൈപ്പ്. തണ്ടർ കണ്ടില്ലേ? സ്നൈപ്പർ വിക്ക് അടുത്തത്. ഓക്കെ പോപ്പി അടിക്കുന്നുണ്ട്. പോപ്പി ഡൗൺ ആയിരിക്കുകയാണ്. അടുത്ത വിക്ക് സ്റ്റീവ്, അടുത്ത വിക്ക്. ഇടിച്ചു വന്നാടാ സ്റ്റീവ് ഒക്കെ. ആര് ഇടിച്ചു കൊല്ലെന്ന് പറഞ്ഞ കോൾ കൊടുക്കുന്നുണ്ടായി. ഇടിച്ചു കൊന്നാണ്. അതെന്തൊരു വാറടാ അത്. ഓക്കെ ബ്രോ അതുണ്ടല്ലോ, ഞാനൊരു കാര്യം പറയാം. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാരും ഭയങ്കര സ്റ്റിക്ക് ഓൺ ആയിട്ട് കളിക്കാൻ നോക്കും. ചേർത്തിട്ട് ഡൂഡൂച്ചിയെ കൂട്ടപ്പണ്ണത് ഇപ്പൊ ചേട്ടാ എല്ലാരും സ്റ്റിക്ക് ഓൺ ആയി കളിക്കും ചേട്ടാ. ഒരിടത്ത് വിട്ടുപോയ എല്ലാവരും അവിടെ ഇറങ്ങി അടിക്കാൻ നോക്കും ചേട്ടാ. അപ്പൊ എല്ലാരും ചാടി ഇറങ്ങി അടിക്കും. അത് അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു വാർസയിൽ അങ്ങനെയാണ്. ഇതാകുമ്പോ തേടി പിടിച്ച് വണ്ടിയും ഓടിച്ച് പോകേണ്ട ആവശ്യം. അതെ അതെ, ഒരാളെ ഡൗൺ ഒരാള് ഇജാതി അടിയൊക്കെ. എന്റെ പൊന്നോ, സിംഗം ഒന്നും ഇപ്പഴും ലൈനപ്പിൽ കയറില്ലടാ. കൊറേ നാളായാലോ തൊലിക്കാൻ തുടങ്ങിയിട്ട്. സിംഗൊക്കെ ലൈനപ്പിലുണ്ട് ചേട്ടാ, ലൈനപ്പിലുണ്ട്. ഇപ്പൊ നമ്മള് 15 വരെ മാറി മാറിയാണ് ചേട്ടാ ഇടുന്നത്. ഇപ്പൊ ഓവർ ആൾക്കാർ അധികമാ. അപ്പൊ ഓരോരുത്തരെ മാറ്റി 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 ഇടും. ബാബുവിന് മാത്രം ഒരു ഇതില്ലല്ലടാ. ബാബു ലൈനപ്പിലില്ല. നമ്മളെ അതല്ല, അതായിരുന്നില്ല എന്നെ എടുത്തതിന്റെ മെയിൻ ഉദ്ദേശം. അതുകൊണ്ട് ഞാൻ മാറിക്കൊടുത്തു.